CMRL കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് വീണ്ടും കുരുക്ക് മുറുകുകയാണ്. അന്വേഷണത്തിന് CBIയും EDയും. ഇതിനിടെ CMRL കേസിൽ വീണയ്ക്ക് കൂടുതൽ കുരുക്കായി രണ്ടാം കുറ്റപത്രവും ചർച്ചയായിരുന്നു. മാസപ്പടി കേസിൽ CMRL വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ SFOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ CMRL എത്തിയിരിക്കുന്നത്. വീണ വിജയൻ പ്രതിയായ കേസ് കേരള ഘടകത്തിന്റെ നിലപാടിനൊപ്പം PB. പക്ഷേ പല നേതാക്കന്മാർക്കും ആശയക്കുഴപ്പം തുടരുകയാണ്. പ്രതീക്ഷിച്ച പോലെ പാർട്ടിക്ക് വളരാനായില്ല. താഴെത്തട്ടിൽ അതീവ ദുർബലം. CPM അംഗത്വ ഫീസ് ഉയർത്തും. പാർട്ടി വലിയ പ്രതിസന്ധിയിലെന്ന് മധുര പാർട്ടി കോൺഗ്രസ് തന്നെ പറയുകയാണ്. പ്രായപരിധി കർശനമായി നടപ്പാക്കണം. പിണറായി വിജയനടക്കം ആർക്കും ഇളവ് വേണ്ട. ശക്തമായ നിലപാടെടുത്ത് ബംഗാൾ ഘടകം. PB നിശ്ചയിച്ച വ്യവസ്ഥകൾ PB തന്നെ ലംഘിക്കരുതെന്ന ബംഗാൾ ഘടകം. ഏതായാലും താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമാണെന്നും കൊഴിഞ്ഞുപോക്ക് ആശങ്കാജനകമാണെന്നും പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകം ചർച്ച ചെയ്യുമ്പോൾ തന്നെയാണ് CPM വിടുന്നതായി ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം കത്ത് നൽകിയിരിക്കുന്നത്. ഇതിനിടെ മുഖ്യമന്ത്രിയെ വാഴ്ത്തി റിയാസും ബിജുവുമൊക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പരിഹാസവും വിമർശനവുമായി സോഷ്യൽ മീഡിയയും പുറകെയുണ്ട്. കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡിന് നിയമവിരുദ്ധമായ പരിഗണന ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റുദ്യോഗസ്ഥർക്കും വൻ തുക നൽകിയെന്ന കേസിലെ അഴിമതി CBIയും കള്ളപ്പണ ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കും. കേസിൽ കമ്പനികാര്യ നിയമപ്രകാരമുള്ള അന്വേഷണം പൂർത്തിയാക്കിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ പകർപ്പ് ED CBI ഡയറക്ടർമാർക്ക് കൈമാറും. SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയ വകുപ്പുകൾ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. ഈ കുറ്റകൃത്യത്തിലൂടെ പ്രതികൾ നേടിയ കള്ളപ്പണം കണ്ടെത്തി കണ്ടുകെട്ടേണ്ട നിയമപരമായ ബാധ്യത EDക്കാണ്. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം നൽകിയത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. സംസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന കുറ്റകൃത്യങ്ങൾ പോലീസിന്റെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗവും സംസ്ഥാനാന്തര കുറ്റകൃത്യങ്ങൾ CBIയുമാണ് അന്വേഷിക്കുന്നത്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന SFIO കേസുകളുടെ വിചാരണ അധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി ഫയലിൽ ചേർത്ത ശേഷം ഇതിന്റെ പകർപ്പ് EDയും CBIയും കൈപ്പറ്റും. കേസുമായി ബന്ധമുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2016-2019 കാലത്ത് രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർഹൌസ് കൂപ്പേഴ്സ്, കനേഡിയൻ കമ്പനിയായ SNC ലാവലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണമെത്തിയതിന്റെ വിവരങ്ങളും കുറ്റപത്രത്തിന്റെ ഭാഗമാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ SFOയ്ക്ക് നൽകിയ ജീവനക്കാരനെ അബുദാബിയിലെ ബാങ്ക് പുറത്താക്കിയിരുന്നു. CMRL കേസിൽ വീണ വിജയന് കൂടുതൽ കുരുക്ക്. രണ്ടാം കുറ്റപത്രം ഉടൻ. പണം വായ്പ വാങ്ങി തിരിച്ചടയ്ക്കാതെ എക്സാലോജിക് പൂട്ടി വഞ്ചിച്ചു. CMRL മുഖ്യമന്ത്രിയായ ആദ്യ കുറ്റപത്രം എറണാകുളം കോടതിയിൽ. വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയാണ് SFIO. കമ്പനികാര്യ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ കേരളത്തിൽ SFIO സമർപ്പിക്കുന്ന ആദ്യ കുറ്റപത്രമാണ് CMRL കേസിലേത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് CMRL കേസ് SFOയ്ക്ക് കൈമാറിയത്. ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയുള്ള കോടതിക്കാണ് SFIO കേസുകളുടെ വിചാരണാധികാരം. 2,70,00,000 രൂപയുടെ സാമ്പത്തിക കുറ്റ ആരോപണമാണ് വീണയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ഇനി സമൻസ് അയക്കും. 6 മാസം മുതൽ 10 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന സാമ്പത്തിക വഞ്ചന, തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയ കമ്പനികാര്യ നിയമത്തിലെ 5 കുറ്റകൃത്യങ്ങൾ CMRL കമ്പനി ചെയ്തതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മാസപ്പടി കേസിൽ CMRL വീണ്ടും ഡൽഹി ഹൈക്കോടതിയിൽ SFOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന് ഉത്തരവിടണമെന്നുമാണ് CMRLന്റെ ആവശ്യം. കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. ഹർജി തിങ്കളാഴ്ച ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണയും അവരുടെ കമ്പനിയും പ്രതിയായ പണമിടപാട് കേസിൽ CPM കേരള ഘടകത്തിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ പോളിറ്റ് ബ്യൂറോയിൽ ധാരണ. വിഷയം പാർട്ടി കോൺഗ്രസിൽ ചർച്ചയാകുന്നത് തടയുകയെന്ന ഉദ്ദേശവും ഈ ധാരണയ്ക്ക് കാരണമായെന്നാണ് സൂചന. കേസിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി രാജിവെക്കില്ലെന്ന് പാർട്ടി കഴിഞ്ഞ ദിവസം നിലപാടെടുത്തിരുന്നു. നിയമപരമായി രാഷ്ട്രീയമായും നേരിടുമെന്നാണ് പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞത്. എന്നാൽ കേസിലെ കക്ഷികളാണ് കേസ് നടത്തേണ്ടതെന്ന് PB അംഗങ്ങളായ മുഹമ്മദ് സലീമും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞതോടെ വിഷയത്തിൽ PBയിലുള്ള അഭിപ്രായ ഭിന്നത വ്യക്തമായി. വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്ന് കേരളത്തിലെ കോടതികൾ പറഞ്ഞതാണെന്നും അഴിമതിക്ക് തെളിവില്ലെന്നുമുള്ള കേരള ഘടകത്തിന്റെ വാദമാണ് PB ഇപ്പോൾ അംഗീകരിക്കുന്നത്. കേസ് മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുള്ളതാണെന്ന് വാദിച്ചാണ് സംസ്ഥാന ഘടകം പ്രതിരോധത്തിനിറങ്ങിയത്.
അതേ സമീപനം PBയും സ്വീകരിക്കുന്നുവെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ആരോപണ ഘട്ടമേ ആയിട്ടുള്ളൂ, കോടതി ശിക്ഷിച്ചിട്ടില്ല എന്ന ന്യായീകരണവും PBക്കുണ്ടെന്നാണ് സൂചന. SFIയുടെ അന്വേഷണങ്ങൾ കുറ്റപത്ര ഘട്ടത്തിലെത്തിയിട്ടും വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിയെന്ന വാദത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കേരള ഘടകത്തിന്റെ ശ്രമത്തെ PB പിന്തുണയ്ക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ്. CMRLൽ നിന്നും പണം കൈപ്പറ്റിയവരെ സംബന്ധിച്ച അന്വേഷണ ഏജൻസികളുടെ പട്ടികയിൽ മറ്റു പാർട്ടികളിലെ നേതാക്കളുടെയും പേരുകൾ ഉണ്ടെങ്കിലും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമാണ് കേസെന്ന വ്യാഖ്യാനം തുടരാനാണ് PB ശ്രമിക്കുന്നത്. പ്രതീക്ഷിച്ച പോലെ പാർട്ടിക്ക് വളരാനായില്ലെന്നും പോരായ്മകൾ ഉണ്ടായെന്നും CPM പാർട്ടി കോൺഗ്രസിൽ വിമർശനം. പാർട്ടി താഴെത്തട്ടിൽ അതീവ ദുർബലമാണെന്ന സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ PK ബിജു കേരള ഘടകത്തിന് വേണ്ടി സ്വയം വിമർശനം നടത്തി. കേരളത്തിൽ ഉൾപ്പെടെ കൊഴിഞ്ഞുപോക്കുണ്ടെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി സമരം ചെയ്യണമെന്നും ബിജു പറഞ്ഞു. പാർട്ടി ഭരണഘടനാ ഭേദഗതി ചെയ്യാനും തീരുമാനമുണ്ടായി. CPM അംഗത്വ ഫീസ് 5 രൂപയിൽ നിന്നും 10 രൂപയാക്കി ഉയർത്തും. നിലവിൽ 10 ലക്ഷം CPM അംഗങ്ങളാണുള്ളത്. സ്വകാര്യ മൂലധന നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതടക്കമുള്ള കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന്റെ നയം മാറ്റത്തിനും പാർട്ടി കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. കേരളത്തിലെ ജനാധിപത്യ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനും ഇടത് സർക്കാരിന്റെ സംരക്ഷണത്തിനായി അണിനിരക്കാനും ആഹ്വാനം ചെയ്യുന്ന പ്രമേയവും അംഗീകരിച്ചു. അതേസമയം വിദേശ സർവകലാശാലകൾക്ക് വഴിയൊരുക്കുന്ന സമീപനം വിമർശനം നേരിടുകയും ചെയ്തു. താഴെത്തട്ടിൽ പാർട്ടി അതീവ ദുർബലമെന്നുള്ള CPM പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകത്തിന്റെ വിമർശനം CPMന് വലിയ ചോദ്യം തന്നെയാണ്. മധുരയിൽ പുരോഗമിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധി കർശനമായി നടപ്പിലാക്കണമെന്ന് ശക്തമായി നിലപാടെടുത്ത ബംഗാൾ ഘടകം. പോളിറ്റ് ബ്യൂറോയിൽ ആർക്കും പ്രായപരിധിയിൽ ഇളവ് വേണ്ടെന്നാണ് ബംഗാൾ ഘടകത്തിന്റെ നിലപാട്. PB നിശ്ചയിച്ച വ്യവസ്ഥ PB തന്നെ ലംഘിക്കരുതെന്നാണ് ആവശ്യം. PB യോഗത്തിൽ നിലപാട് ശക്തമായി ഉന്നയിക്കാനാണ് ബംഗാൾ ഘടകത്തിന്റെ തീരുമാനം. കേരള മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ പിണറായി വിജയന് 2ാം തവണയും പ്രായപരിധിയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തിലും ചില നേതാക്കൾ എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധി ചർച്ചയിൽ മുഖ്യമന്ത്രിയെ മന്ത്രി മുഹമ്മദ് റിയാസും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവും പ്രകീർത്തിച്ചു. സ്ത്രീകളെ കയ്യിലെടുക്കാൻ അമ്പലങ്ങളിലേക്ക് യാത്ര സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് മന്ത്രി R ബിന്ദു മുന്നോട്ട് വച്ചത്. എമ്പുരാൻ സിനിമ കണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്തുണ നൽകിയെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ മുടങ്ങാതെ പങ്കെടുത്ത് മുഖ്യമന്ത്രി നൽകുന്ന പിന്തുണയാണ് PK ബിജു എടുത്തു പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പരാജയം മനോനില തന്നെ തകർക്കുകയാണെന്ന് ബംഗാളിൽ നിന്നുള്ള പ്രതിനിധി പറഞ്ഞു. തിരിച്ചുവരവിന് പണവും അധികാരവും വെല്ലുവിളിയാകുന്നു. താഴെത്തട്ടിൽ അലവൻസ് നൽകാൻ പോലും പണമില്ല. മുഴുവൻ സമയ പ്രവർത്തകരുടെ കുറവുണ്ടെന്ന സങ്കടം ത്രിപുരയിൽ നിന്നുള്ള പ്രതിനിധി പങ്കുവച്ചു. കേഡർമാർക്ക് നൽകാൻ ഫണ്ടില്ല. പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രത്യേക കൗണ്ടർ തുറന്നതിനെ രാജസ്ഥാനിൽ നിന്നുള്ള പ്രതിനിധി ചോദ്യം ചെയ്തു. അവർക്ക് പ്രത്യേക കൗണ്ടർ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 75 വയസ്സ് തികയാൻ 1 മാസം ഉള്ളപ്പോഴും യുവാക്കൾക്ക് വഴിമാറാതെ സഖാക്കൾ തുടരുന്നതിനെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധി ചോദ്യം ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർ നല്ല മനുഷ്യരാണെന്നും പക്ഷേ പ്രായോഗികത കുറവാണെന്ന് ജനങ്ങൾ പറയുന്നതെന്നും ഇതേ പ്രതിനിധി ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ തുമ്പോളി ലോക്കൽ പരിധിയിലെ 4 ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം 52 പേർ CPM വിടുന്നതായി നേതൃത്വത്തിന് കത്ത് നൽകിയതായി സൂചന. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയയാളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചതിനാണ് ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്തത്. എന്നാൽ കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിൽ വീണ്ടും ഉൾപ്പെടുത്തി. ഇതിനെതിരെ സമ്മേളനത്തിൽ തന്നെ പ്രതിഷേധമുണ്ടായി. പിന്നീട് ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കമുള്ളവർ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. ഈ പരാതി ആലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് കൈമാറി. ഇത് പരിശോധിക്കുന്നതിനിടെയാണ് രാജിവെച്ചതായി പ്രചാരണമുണ്ടായത്. ഇക്കാര്യത്തിൽ ആരും പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. പരാതി നൽകിയ കാര്യം അറിയാമെന്ന് CPM ഏരിയ സെക്രട്ടറി പറഞ്ഞു. പാർട്ടി അംഗത്വത്തിൽ സൂക്ഷ്മ പരിശോധന നടക്കുന്നതിനാൽ അവശരായവർ, പ്രായപരിധി കഴിഞ്ഞവർ ഉൾപ്പെടെയുള്ളവരെ ഒഴിവാക്കാറുണ്ട്. അല്ലാതെ ആരും പാർട്ടി വിട്ടതായി അറിയില്ലെന്നാണ് ലോക്കൽ സെക്രട്ടറി പറയുന്നത്. CITU ഭീഷണി തുടർന്ന് സിമന്റ് കച്ചവടം നിർത്തിയതായി പാലക്കാട് കുളപ്പുള്ളിയിലെ കടയുടമ അറിയിച്ചതിന് പിന്നാലെ വീണ്ടും ഒത്തുതീർപ്പ് ചർച്ച നടത്താനൊരുങ്ങി ലേബർ ഓഫീസർ. ഈ മാസം 8-ന് ഷൊർണൂർ ലേബർ ഓഫീസിൽ കടയുടമയെയും CITU പ്രതിനിധിയെയും ചർച്ചയ്ക്ക് വിളിച്ചു. എന്നാൽ സിമന്റ് കച്ചവടം നിർത്തിയാലും സമരം തുടരുമെന്നാണ് CITU നിലപാട്. ഈ മാസം 7-ന് CITU തൊഴിലാളികൾ കുടുംബാംഗങ്ങൾക്കൊപ്പം കടയ്ക്ക് മുന്നിൽ സത്യഗ്രഹം നടത്തും. CITU തൊഴിലാളികൾ ലോഡ് ഇറക്കാൻ സമ്മതിക്കാത്തതിനാൽ 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കടയുടമ പറഞ്ഞു. കച്ചവടം നിർത്തുകയാണെന്നും അറിയിച്ചു. അതേസമയം തൊഴിൽ നിഷേധത്തിനെതിരെയാണ് സമരമെന്ന് CITU നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി നടത്തിയിരുന്ന സിമന്റ് വ്യാപാരമാണ് കടയുടമ അവസാനിപ്പിച്ചത്. സിമന്റ് ചാക്കുകൾ കയറ്റിയിറക്കാൻ യന്ത്രം കൊണ്ടുവന്നതാണ് തർക്കത്തിന് കാരണം. തുടർന്ന് ഭീഷണിയും ഷെഡ് കെട്ടി സമരവും തുടങ്ങിയതോടെ ലോഡ് ഇറക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതോടെ അധികനാൾ തുടരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയാണ് കട പൂട്ടിയതെന്ന് കടയുടമ പറയുന്നു. എന്നാൽ ഉടമ പറയുന്നത് ശരിയല്ലെന്നും കടയുടെ പ്രവർത്തനം തടഞ്ഞിട്ടില്ലെന്നുമാണ് CITU വാദം. കയറ്റിറക്ക് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ 5 തൊഴിലാളികളെ വെക്കണമെന്നാണ് CITU ആവശ്യപ്പെടുന്നത്. യന്ത്രം ഓപ്പറേറ്ററെ വെച്ച് പ്രവർത്തിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ് വാങ്ങിയിട്ടുണ്ടെന്ന് കടയുടമയും പറയുന്നു.